ഭ്രാന്ത് ലൈറ്റ് വന്നപ്പോ എനിക്ക് പൊന്നുപോകിലെ കണ്ടുപിടിക്കാൻ ബംഗളൂരു എഫ് സി ഗോവ പോരാട്ടം ഇന്നലെ നടന്ന മത്സരമാണ്. ഷൈജുവേട്ട, നമ്മൾ പറഞ്ഞിരുന്നു ചരിത്രത്തിൽ എപ്പോഴൊക്കെ ഇവർ കളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഗോളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ഒരു ഗോൾലെസ് ഡ്രോയിലാണ് മത്സരം അവസാനിച്ചത്. അതെ, സോഷ്യൽ മീഡിയയിൽ ഇന്നലത്തെ ഗോൾലെസ് സമനില ബംഗളൂരു വേഴ്സസ് ഗോവ മാച്ചിന് ശേഷമുള്ള ആരാധകരുടെ കമന്റാണ് ചോദിപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യ 19 വാട്ട്സ് ഗോയിങ് ഓൺ വിത്ത് ബംഗളൂരുസ് ഡിഫൻസ്. അതേപോലെ കിരൺ പറയുന്നു നോ കോർഡിനേഷൻ, നോ പാസിംഗ്, നോ ഗെയിം പ്ലാനിങ്, അതൊക്കെയാണ് പറയുന്നത്. ഇത് ഗോവയ്ക്കും ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ കൃത്യമായ കമന്റുകൾ ഗോവയ്ക്കും കിട്ടി. യെസ്, നമുക്ക് കാണാം. പ്രവീൺ, വി വുഡ് ലൈക്ക് ടു സീ മോർ ഓഫ് പോളോ റെട്രെ. ഇന്നലെ കളിച്ചിട്ടില്ല പോളോ റെട്രെ. അതേപോലെ ഐദർ കാർലോസ് നീഡ് ടു ഡു സംതിങ് ന്യൂ. കാർലോസ് അവരുടെ മാർട്ടിനസ് ഫോർവേഡ് എന്തെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത്. നോ ഹെയ്റ്റ് ടു കാർലോസ്, ബട്ട് വി നീഡ് മോർ അജയൽ സ്ട്രൈക്കർ. കറക്റ്റ്, കാർലോസിനോട് വെറുപ്പൊന്നുമില്ല, പക്ഷേ എന്താ പറയുക, കൂടുതൽ അജയലായിട്ടുള്ള സ്ട്രൈക്കർ വേണം. റീപ്ലേസ് കാർലോസ് എന്ന് ജാനുവരി വിൻഡോ, അതാണ് വേറൊരു കമന്റ്. മാറ്റിക്കൊള്ളാനാണ് പറയുന്നത്. ഓർക്കുക, ഇന്നലെ ബംഗളൂരുവും FC ഗോവയും തമ്മിൽ നടന്ന, ഇന്നലെ ISL നടന്ന മാച്ച് വീക്ക് 5 മത്സരത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. ഗോൾലെസ് സമനില, ഗോൾ രഹിത സമനിലയായിരുന്നു ഇന്നലെ ബംഗളൂരു വേഴ്സസ് ഗോവ മത്സരം ശ്രീകണ്ഠീരവ സ്റ്റേഡിയത്തിൽ. രണ്ട് ടീമുകൾക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലെത്തിക്കാതെ നിരാശാജനകമായ സമനിലയിൽ പിരിയുകയായിരുന്നു രണ്ട് ടീമുകളും. ഗോവയാണ് കുറച്ച് മുന്നിൽ നിന്നത് അവസരങ്ങൾ മെനഞ്ഞെടുക്കുന്ന കാര്യത്തിലും, അതേപോലെ ഓൺ ടാർഗറ്റ് ഷോട്ടുകളിലൊക്കെ ഗോവ മുന്നിൽ നിന്നെങ്കിലും മെയിൻലി പന്ത് കളിയിൽ വലയുടെ അകത്ത് പന്ത് എത്തിക്കുക എന്ന് തന്നെയാണ് ഫുട്ബോളിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് അതിന് കഴിയാതെ പോയാൽ പിന്നെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഓൺ ടാർഗറ്റ് ഷോട്ടുകളും നമ്പർ ഓഫ് ഷോട്ട്സും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ഗോൾ അടിച്ചിട്ട് കളി ജയിച്ചിട്ടില്ലെങ്കിൽ ആരാധകരുടെ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ആരാധകരുടെ രോഷത്തിന് നിങ്ങൾ ഇരയാവേണ്ടി വരും എന്നുള്ളതാണ് പരമമായ സത്യം. അതെ, കഴിഞ്ഞൊരു മത്സരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗുർപ്രീത് സിംഗ് സന്ധു എന്ന താരത്തിൻ്റെ മികച്ച ഫോമാണ്. കാരണം 7ഓളം ഷോട്ട് ഓൺ ടാർഗറ്റ് പിറന്ന ഒരു മത്സരമാണ്. അതെല്ലാം ഗുർപ്രീത് മനോഹരമായിട്ട് സേവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം ഗോവയുടെ ജയ് ഗുപ്ത, അദ്ദേഹം മികച്ച പ്രകടനം നടത്തി ആ ഒരു മത്സരത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ചായും വന്നതാണ്. ഏതായാലും മാച്ച് ഡേ വീക്ക് ഇന്ന് ബംഗളൂരു FC വേഴ്സസ് FC ഗോവ മത്സരം ഒരു 0-0 എന്ന നിലയിൽ അവസാനിക്കുകയായിരുന്നു. ഇന്നത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FC മത്സരം. നാളെയാണ് കാത്തിരിക്കുന്ന പോരാട്ടം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഒഡീഷ FC പോരാട്ടം. മുംബൈ സിറ്റി FC വേഴ്സസ് ഹൈദരാബാദ് FC പോരാട്ടമാണ് അടുത്ത് വരേണ്ടത്. ഏതായാലും ISL ഇന്ന് രണ്ട് തുല്യ ശക്തരുടെ പോരാട്ടമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ജംഷഡ്പൂർ FC. ടോപ്പ് 6 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് എത്തുക. 5ഉം 6ഉം സ്ഥാനത്ത് യഥാക്രമം നിൽക്കുന്ന നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ജംഷഡ്പൂർ FCയും തമ്മിലാണ് ഇന്ന് മാറ്റുരയ്ക്കാനായി പോകുന്നത്. ഏതായാലും ISL സ്പെഷ്യൽ പോഡ്കാസ്റ്റ് പ്രോഗ്രാമായ ലെറ്റ്സ് ഫുട്ബോളിൽ ഞാൻ ഹബീബ് അഷ്റഫ്, എന്നോടൊപ്പം ഷൈജു ദാമോദരൻ. നമുക്ക് യുവാൻ പെട്രോ ബെനാലിയുടെ കമൻറ്റും, അതേപോലെ നോർത്ത് ഈസ്റ്റ് കോച്ചായിട്ടുള്ള ബെനാലിയും, അതേപോലെ ജംഷഡ്പൂർ കോച്ച് കൂപ്പറിനെ കമൻറ്റൊക്കെയാണ് നമ്മൾ കണ്ടത്. സ്കോട്ട് കൂപ്പർ പറയുന്നു വി ക്യാൻ ടേക്ക് കോൺഫിഡൻസ് ദാറ്റ് വി ഹാവ് ദ സ്ട്രോങ്ങസ്റ്റ് ടീം ആണെന്നാണ് കൂപ്പർ പറയുന്നത്. ശരിയാണ്, ജംഷഡ്പൂർ ഇത്തവണ കളിച്ചത് മോശം കളിയൊന്നുമല്ല കളിച്ചത്, പക്ഷേ കൂടുതലും ഗോൾ അടിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബിക്കോസ് അവർ ഒരു ഗോൾ മാത്രമാണ് ഇതുവരെ അടിച്ചിട്ടുള്ളത്. സോ നമുക്ക് പോയിന്റ് പട്ടിക കണ്ടാൽ 5ാം സ്ഥാനത്താണ്
നോർത്ത് ഈസ്റ്റ്. ജംഷഡ്പൂർ 6ാം സ്ഥാനത്ത്. രണ്ട് ടീമിനും 5 പോയിന്റ് വീതം ഉണ്ടെങ്കിലും നമുക്ക് കാണാം അവിടെ ഗോളാണ് പ്രശ്നം. കാരണം ഗോൾ ഡിഫറൻസ് നില്ലാണ് ജംഷഡ്പൂരിൻ്റെ, +2 നോർത്ത് ഈസ്റ്റിനുണ്ട്. അപ്പോൾ അതിനാലാണ് നോർത്ത് ഈസ്റ്റ് 5ാം സ്ഥാനത്ത് നിൽക്കുന്നത്. സോ നമുക്കപ്പോൾ പോയിന്റ് പട്ടികയുടെ ഹാഫ് ബോട്ടമാണ് ഇന്നലെ കളിച്ച ബംഗളൂരു ഒക്കെ 39ാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും 5-6 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഈ ടീമുകൾ തമ്മിൽ ഇന്ന് കളിക്കുമ്പോൾ എങ്ങനെയാണ് മത്സരം എന്നുള്ളത് കാര്യമായി നമ്മുടെ പോഡ്കാസ്റ്റിലൂടെ നമുക്ക് പരിശോധിക്കാം. അതെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഇപ്പോൾ പാർദിപ് ഗൊഗോയ് എന്ന താരം കഴിഞ്ഞ ആദ്യ 3 മത്സരങ്ങളിലും ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള താരമാണ്. ഗൊഗോയെ പറ്റി പറയുമ്പോൾ വളരെ ഒരു പൊട്ടൻഷ്യലുള്ള താരം എന്ന നിലയിൽ ഇപ്പോൾ കാണുന്ന ഒരു താരമാണ്. ആയാലും ഈ ഒരു മത്സരത്തിൽ ഇപ്പം ആരാധകർ പറയുന്ന 72% പാർദിപ് ഗൊഗോയ് സ്കോർ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നമുക്കറിയാം ഷൈജോട്ടാ, ഈ പാർദിപ് ലെഫ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു മുന്നേറ്റം നടത്തിയാൽ അത് ഗോളാകാനുള്ള സാധ്യത കാണുക. മനോഹരമായിട്ടുള്ള ആദ്യ മത്സരങ്ങൾ തൊട്ട് ആദ്യ 3 മത്സരങ്ങളും അദ്ദേഹം സ്കോർ ചെയ്ത് നമ്മൾ കണ്ടതാണ്. തീർച്ചയായിട്ടും അത് എന്താ പറയുക, നമ്മുടെ ചോദ്യം തന്നെ പാർത്തിബ് വിൽ ഹി ബി ബാക്ക് വിത്ത് ബാങ്കർ അഗെയിൻ എന്ന് ചോദിച്ചത് വളരെ കറക്റ്റാണ്. കാരണം ഇതിനോടൊക്കെ നമ്മൾ 3 മത്സരങ്ങളിൽ തുടർച്ചയായി ഒരേ സ്ഥാനത്ത് നിന്ന് പെനാൽറ്റി ബോക്സിൻ്റെ ഇടതുഭാഗത്ത് ജസ്റ്റ് ഔട്ട് ചെയ്ത ബോക്സ് അത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ റൈറ്റ് ഫുട്ടർ അഗെയിൻസ്റ്റ് മുംബൈ നമ്മൾ കണ്ടു, അഗെയിൻസ്റ്റ് പഞ്ചാബ് നമ്മൾ കണ്ടു. അതേപോലെ ഈ പറയുന്ന പോലെ ഇതാണ് പാർത്തിബിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഹി ക്യാൻ ഷൂട്ട് ഔട്ട് സൈഡ് ദ ബോക്സ്. വളരെ കൃത്യമായി ലോങ് റേഞ്ചറുകൾ പായിക്കാൻ, അത് കൃത്യമായി ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയുന്ന ഒരു സ്ട്രൈക്കർ ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. പാർത്തിബ് ഗൊഗോയുടെ കണക്കുകൾ കാണാം. 22 ISL മത്സരങ്ങളിൽ 6 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഏതായാലും പാർദിപിന് തന്നെയാണ് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഷൈജേട്ടാ. जो बात ये है कि आप पहले बड़ा घर पे फ़ोन करते थे जब आप ओजोन में गए थे एकेडमी में, और आपको बड़ी याद आती थी घर के बारे में. ये बात कहाँ से पता चला? ये बात कहाँ से पता चली है? मतलब यही तो हमारा काम है यार. अब ये नहीं पता चलेगा तो मैं क्या करूँगा फिर. तभी हॉस्टल पे थे ना, तो मैं कभी भी कपड़ा नहीं धोया था खुद. अरे बाप रे. तो कपड़ा धोना होता था. तो वही बात है, तो मेरे को पसंद नहीं आया था. हाँ, तो फिर सीधा गया फोन मम्मी को गया. और क्या बोला? मेरे को वापस आना है. वापस आना है. अरे बाप रे. आई एम ग्लैड यू डिडंट कम बैक, क्योंकि अगर वापस आ जाते तो फिर पता नहीं पार्थिव गोगोई के साथ में उसके बाद मैंने खुद एडजस्ट किया. फिर मम्मी ने बोला यार अभी तो गए हो, थोड़ा दिन रहेगा, खुद सीख जाएगा. अभी प्लेऑफ्स में क्वालिफाई करना है, दूसरा है जितना जल्दी हो सके सीनियर टीम में आना है. स्टी मैच ने भी अभी हाल ही में बोला था कि द डोर्स टू द नेशनल टीम एज ऑफ नाउ are closed. So what he had basically said was that we have a group of 30 to 35 players जो कि हमारे साथ बहुत समय से हैं, and now we want to sort of keep that same core group of players and take them to the Asian Cup. Not saying that newcomers are not welcome. Does that give you added motivation कि और hard work करना है ताकि I can make it to the national team one day? How do you process that information? बिल्कुल. हाँ, अभी क्योंकि और मैं उनके साथ भी एग्री करता हूँ क्योंकि वो टीम बहुत टाइम से एक ही साथ में है और काफ़ी चेंजेस नहीं कर सकते. आप मतलब अभी मैं क्योंकि बहुत यंग हूँ, ऊपर से वो टीम अभी काफ़ी टाइम से एक ही साथ में खेल रहे हैं और उनका एक कॉम्बिनेशन होता है. एक मतलब कोच के अगेंस्ट नहीं जा सकते आप कभी भी. ऑफ कोर्स. तो वही है बात. ऑफ कोर्स. ठीक है. നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലേയിങ് 11 കാണാം നമുക്ക്. 4-3-3 ഫോർമേഷനിൽ ഗോൾ പോസ്റ്റിൽ മുർഷാദ്, കണ്ടോവ, സവാക്കോ, അഷീർ അക്തർ, ദിനേഷ് സിംഗ് എന്നിവരടങ്ങുന്ന ഡിഫൻസ്. ഐ തിങ്ക് നോർത്ത് ഈസ്റ്റ് 3 മാറ്റങ്ങളാണ് ഈ മത്സരത്തിൽ വരുത്തിയിരിക്കുന്നത്. നിർണായകമായ 3 മാറ്റങ്ങൾ. റൊമൈൻ ഫിലിപ്പറ്റോ ടീമിലേക്ക് വരുന്നു. മലയാളി താരം ഗനി മത്സരം കളിക്കാൻ ഗനിക്കൊരു അവസരം കിട്ടുന്നു. അതേപോലെ ഇബ്സൺ മെലോ മുന്നേറ്റത്തിലേക്ക് വരുന്നു. സോ ഗനി, ഫിലിപ്പറ്റോ, ബെമാമർ മിഡ്ഫീൽഡ്, ജിതിനും ഇബ്സൺ മെലോയും പാർത്തിബ് ഗൊഗോയും അടങ്ങുന്ന മുന്നേറ്റ നിര. സോ നല്ല ടീമിനെയാണ് 4-3-3 ഫോർമേഷനിലാണ് നിരത്തിയിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ്. നെസ്റ്റർ ആൽബിയ അദ്ദേഹത്തിൻ്റെ വിഷ്വലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കഴിഞ്ഞ ആഴ്ച കൊച്ചിയിൽ നിർണായകമായൊരു ഗോൾ നേടി സമനില നേടിക്കൊടുത്ത പ്ലെയറാണ്. പക്ഷേ നെസ്റ്റർ ഇന്ന് കളിക്കളത്തിലില്ല. മേ ബി സം ഇഞ്ചുറി പ്രോബ്ലംസ്. നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അപ്ഡേറ്റ്സിന് വേണ്ടി. ഏതായാലും നെസ്റ്ററെ കൂടാതെയാണ് ഇന്ന് അദ്ദേഹം സൈഡ് ബെഞ്ചിൽ പോലും ഇല്ല നെസ്റ്റർ. അതെ, 3 മലയാളി താരങ്ങളാണ് ആദ്യ 11-ൽ നോർത്ത് ഈസ്റ്റിൻ്റെ സ്ഥാനം പിടിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇനിയിപ്പോൾ നമുക്ക് സബാക്കോയുടെ ഇൻ്റർവ്യൂ, അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. Hi, Juan. Lovely to see you again, and lovely to see you with a big smile on your face. But were you a little bit disappointed that you didn't get all 3 points in that last game against Kerala Blasters?
Yeah, of course, we go outside on the field to play, to win the 3 points, you know. We hope we smile after the game. That's the most important thing. You seem to have made a better team spirit both on and off the pitch. What do you put that down to? Well, just to be, as I said before, it's just to be honest with the players and just let them know that they fight, they play for somebody, for something, you know. That's the most important thing. And we have 98 or 100 minutes in our life. This is the last game. There's no tomorrow. There's only today. You're coming up against one of the strongest defences in the ISL this season. Have you been working on anything tactically to break them down? Well, of course, you know, they're a very, very strong defense. They play 5 players on the back sometimes, 3. You know, they press very well. They don't let you play. And that's the most important thing, you know. We're trying to see how we can break this defense. It's a good game for that. Well, all the best for tonight in the hunt for 3 points. Thank you. We hope so. Thanks a lot. All the best. ഏതായാലും ഇവർ തമ്മിലുള്ളൊരു ഹെഡ് ടു ഹെഡ് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ 12 തവണ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 6 തവണയും ജംഷഡ്പൂർ FC ആണ് വിജയിച്ചിട്ടുള്ളത്. ഒരു മത്സരത്തിൽ മാത്രമാണ് നോർത്ത് ഈസ്റ്റിന് വിജയിക്കാൻ സാധിച്ചത്. 5 മത്സരങ്ങൾ സമനിലയിൽ പിരിയുകയായിരുന്നു. 11 ഗോളുകളാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അടിച്ചതെങ്കിൽ 17 ഗോളുകൾ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ സീസൺ ഇവർക്ക് 2 പേർക്കും അത്ര മികച്ചതായിരുന്നില്ല. എന്നാൽ ഒരേപോലെ തന്നെയാണ് ഈ ഒരു സീസണിലെ തുടക്കം എന്ന് പറയുന്നത് അവർക്ക്. നമുക്ക് ചീമയെ കാണാം അവിടെ. ജംഷഡ്പൂരിൻ്റെ വലിയ ഒരു പ്ലെയറാണ്. അപ്പോൾ ഇന്ന് ലൈനപ്പിലേക്ക് ചീമ വരുമെന്നുള്ള വന്നിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പറയാൻ കഴിയുന്നത്. ജംഷഡ്പൂരിൻ്റെ അവസാനത്തെ ലാസ്റ്റ് 3 മാച്ചസ് KBFCയോട് 1 ഗോളിന് തോറ്റു, എവേ ഹൈദരാബാദിനോട് ഹോമിൽ ജയിച്ചു 1-0, പഞ്ചാബിനോട് ഡ്രോ 0-0. അതാണ് KBFCയുടെ ലാസ്റ്റ് 4. അതിന് മുമ്പ് ഒരു സമനിലയായിരുന്നു. ഫസ്റ്റ് മാച്ച് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോൾലെസ് സമനില. അതായത് ഓൾറെഡി ജംഷഡ്പൂർ 2 ഗോൾലെസ് സമനില കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ജംഷഡ്പൂരിൻ്റെ പ്ലേയിങ് ലൈനപ്പ് നോക്കിയാൽ 5 ഡിഫൻഡേഴ്സായിട്ടാണ് ഇന്ന് കളിക്കുന്നത്. ഒരു കുറച്ചുകൂടി പ്രതിരോധത്തിൽ ഊന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫൻസീവ് ആയിട്ടുള്ള ഗെയിം തന്നെയാണ് കളിക്കാൻ പോകുന്നത്. എവേ മാച്ച് ആയതുകൊണ്ടായിരിക്കാം. റൈനേഷ് ഗോൾ പോസ്റ്റിൽ, റിക്കി ലാൽഡിം പുയ, പ്രദീക് എൽസീഞ്ഞോ, നിഖിൽ ബർള 5 men ഡിഫൻസ്, സ്റ്റെവനോവിച്ച്, റേ താഷിഗാവ, പ്രവാത് ലാക്ര, നങ്ദംബ നവോറം മിഡ്ഫീൽഡിൽ, ആൻഡ് ഡാനിയൽ ഷീമ ചുക്കുവാണ് ഏക സ്ട്രൈക്കർ. സോ കപ്പിൾ ഓഫ് ചേഞ്ചസ്, 3 ചേഞ്ചസ് ഉണ്ട്. നങ്ദാംബ വരുന്നു, പ്രവാത്ത് ലാക്ര കളിക്കുന്നു തുടങ്ങിയ ചേഞ്ചസ് ആണ്. ചുക്കു ഓഫ് കോഴ്സ് ഇതാണ് ജംഷഡ്പൂർ വരുത്തിയിരിക്കുന്നത്. അതെ, ഡാനിയൽ ചീമ ആദ്യ 11ലേക്ക് വരുമ്പോൾ ഇപ്പം ഡാനിയൽ ചീമ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള 71% പോളാണ് വന്നിട്ടുള്ളത്. അപ്പം ഡാനിയൽ ചീമയെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഗോൾ അടിക്കാൻ ബുദ്ധിമുട്ടിയിരുന്നൊരു ടീമായിരുന്നു ജംഷഡ്പൂർ FC. ചീമ ഇപ്പോൾ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യ 11ലേക്ക് എത്തുന്നു. ഡാനിയൽ ചീമ നമുക്കറിയാം ISL കഴിഞ്ഞ സീസണുകളായിട്ട് കളിച്ചു വരുന്ന താരമാണ്. ജംഷഡ്പൂരിന് വേണ്ടിയും നിരവധി ഗോളുകൾ സ്കോർ ചെയ്തിട്ടുള്ള ഒരു താരമാണ്. ഇവിടെ ഹബീബ് പറയേണ്ട കാര്യം, ഡാനിയൽ ചീമ ആദ്യ 11ൽ വരുമോ എന്ന് ചോദിച്ചപ്പോൾ 71% ആളുകളാണ് അത് വരുമെന്നുള്ളത്. ഡാനിയൽ ചീമ ചുക്കു കളിച്ചില്ലെങ്കിലും ടീമിന് ഒരു ചുക്കു ഇല്ല എന്ന് 29% ആളുകൾ അവിടെ വോട്ട് ചെയ്തു. അതുകൂടെ നമ്മൾ പറയണം. എങ്കിലും ഇപ്പോൾ നമ്മളെ ചീമയുടെ കളി കണ്ടാൽ നമുക്കറിയാം അദ്ദേഹം അത്യാവശ്യം റിസൾട്ട് ഓറിയൻറ്റഡ് പ്ലെയറാണ്. കളിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്ലെയർ തന്നെയാണ്. ഏതായാലും ഇത് ഇൻസ്റ്റൻറ്റ് ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് ആയിരിക്കണം അദ്ദേഹത്തെ ഇന്ന് ലൈനപ്പിലേക്ക് കോച്ച് കൂപ്പർ പരീക്ഷിക്കുന്നത്. അതെ, ആംറിക്ക് പകരം ആണ് ഡാനിയൽ ചീമ ആദ്യ 11ലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞൊരു മത്സരത്തിലും അദ്ദേഹം പകരക്കാരൻ്റെ റോളിൽ വന്ന് കളിച്ചതാണ്. ഒരു നിർഭാഗ്യം തന്നെയാണ് ഒരു ഗോൾ സ്കോർ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കാതെ പോയത്. ഉറപ്പായിട്ടും ഗോളിലേക്ക് എത്താൻ കഴിയുന്ന താരം. അതുപോലെ തന്നെ ഇപ്പം നൊങ്ഡംബ നോറം ആദ്യ 11ലേക്ക് തിരിച്ചെത്തുന്നു. നോറത്തെ പറ്റി പറയുമ്പോൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്കില്ല് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ബോളിൽ എത്രത്തോളം കംഫർട്ടബിൾ ആണ് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു വണ്ടർ ഗോൾ തീർച്ചയായിട്ടും അതുപോലുള്ള താരങ്ങൾ ഉറപ്പായിട്ടുമുള്ളത് ടീമിന് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും 4 മത്സരങ്ങൾ 1 ഗോള്, അതായത് ഷൈജോട്ട് നോക്കുക 58 ഷോട്ടുകൾ ജംഷഡ്പൂർ ഉതിർത്തു. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഷോട്ട്സ് കൂടുതൽ ഈ 4 മത്സരങ്ങളിൽ അവർ ആകപ്പാടെ 1 ഗോളെ അടിച്ചിട്ടുള്ളൂ. എങ്കിലും ഇന്ന് ഇപ്പോൾ ISLലുള്ള 12 ടീമുകളിൽ മാച്ച് ഡേ 4 കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഷോട്ടുകൾ 58 എണ്ണം കുറിച്ചിരിക്കുന്നത് ജംഷഡ്പൂരാണെന്ന് കാണാം. ഏതായാലും നമുക്ക് സ്കോട്ട് കൂപ്പറുടെ നല്ല പാഠം, നല്ല മുടിയൊക്കെ ചീവിമെടുക്കാനായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ കണക്കുകളൊക്കെ നല്ല ശുഭകരമാണ്. 58 ഷോട്ടുകൾ ഓൺ ടാർഗറ്റിൽ, 11 ഷോട്ടുകൾ, കൂടുതൽ ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. ഇതൊക്കെയാണ് ശരി. പക്ഷേ നമുക്കിനി എന്തായാലും സ്കോട്ട് കൂപ്പർക്കും അതേപോലെ നമുക്ക് റേ താഷിക്കാവയ്ക്കും റഹനേഷിനും എന്താണ് കോച്ചിനും താഷിക്കാവയ്ക്കും റഹനേഷ് അല്ലെങ്കിൽ റഹനേഷ് നമുക്ക് എന്തായാലും എന്താണ് കോച്ചിന് പറയാനെന്ന് ആദ്യം നോക്കാം. Hi Scott, always good to see you. Can I just ask you one question? What positives did you take out of that game against Punjab? Because you did
particularly in the second half, performed well. Yeah, I mean, you've got to try and get the positives, and for us it was another clean sheet, a good defensive display, and then creating many chances. And I said to the team afterwards, you know, there's 2 points for us. If we're creating chances and we're limiting chances, it's a good sign. But we've just got to start converting more. So, you know, we're being optimistic, we're being positive, and there's 2 or 3 strikers that are coming back. Chima's getting back to full fitness now. Steve Ambry took a knock in the first few minutes of that game, and Ritwik Das is about to come back. So hopefully we'll get a little bit more goal-scoring, potent players on the pitch. You mentioned the clean sheet in the last game. You've got 3 so far this season. Is it the discipline of the players that pleases you the most? Yeah, exactly that. There's no real science to it. I mean, we transition well. We keep the shape. Players know the roles. We go through it quite a lot in training, and they're proud of the way they defend as well. And you know, defend doesn't have to mean that you're sitting back and in a low block. We press high quite often as well, and so you know we're quite proud of that defensive display. But we've just got to put things together a little bit more in the last third now. You've mentioned Chima Chukwu. When he came on in the last game, that's when your side started to hit the target. Does he start today? He does start today, yes. He's done what he had to do. He came back in late, no fault of his own, from a visa issue, and he had to catch up a little bit on his endurance and fitness and speed, agility, and he's worked really hard outside of the regular training hours with staff, and he's got himself into great shape, and so he'll start. You know, we lose Steve Ambry, who took a knock after 10 minutes in his first game and couldn't quite produce what we've been seeing in training, and so that was, you know, one in, one out kind of thing. But Ritwik Das is almost ready now too. So I think the 2 biggest losses for us are Prone and Jeremy, that are both, on the sidelines now for a little while. It's going to be a tough one tonight against the North East. Thanks for your time, Scott. All the best. Thank you. Cheers. Hi, Ray. You have managed to force your way into the starting 11. Mm-hmm. How pleased are you about that? It's the first 2 games I was not starting 11, but I always try to give my 100% on the pitch. It doesn't matter how many I played, but I think I deserve it in the starting 11. But obviously we need to improve. I need to improve more, and then I score more. Yes. Well, you have scored Jamshedpur's only goal so far this season. It was a fantastic free kick. Will we see more from you of those free kicks? Yeah, yes, obviously. But, you know, if I have opportunity, I will take it, of course. But as you know, last game, we have a lot of opportunity to score. But unfortunately, we had, maybe bad luck. But I believe that time will come. It could possibly come today. Yes. We know today that. it's a time. Yes. Today it's a time. റേറ്റ് ടച്ചിക്കാവ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ജംഷഡ്പൂർ FC ഒരേ ഒരു ഗോൾ നേടിയിട്ടുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. ആ ഒരു ഗോൾ അടിച്ച താരമാണ് റേറ്റ് ടച്ചിക്കാവ എന്ന ഈ ജപ്പാനീസ് താരം. നമുക്ക് കാണാം, 222 മിനിറ്റുകളാണ് അദ്ദേഹം കളിച്ചത്. ഒരു ഗോൾ, 10 ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. മികച്ച താരം തന്നെയാണ് അദ്ദേഹം. ഒരു ഫ്രീ കിക്കിൽ നിന്നൊരു മനോഹര ഗോളാണ്. അതാണ് അവർക്ക് ആ ഒരു 3 പോയിന്റ് നേടുന്നതിൽ ഏറ്റവും ഒരു നിർണായക പാർട്ടായി മാറിയത് എന്നുള്ളതാണ്. ഇവരിപ്പം ഗോളുകൾ അടിച്ചില്ലെങ്കിലും ഷൈജു ഏട്ടാ, അവർ ഡിഫെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അവർക്ക് ഈ ഒരു 4 പോയിന്റ് സ്വന്തമാക്കാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഒറ്റ ഗോളെ വഴങ്ങിയുള്ളൂ. തീർച്ചയായും. കാരണം അതിൽ നിന്ന് അതാ നമ്മളത് മനസ്സിലാക്കേണ്ടത്. ബിക്കോസ് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലെയർ എൽസീഞ്ഞോ. എനിക്ക് ഈ ഇത്തവണ ISLന്റെ 10ാം സീസണിലെ ഏറ്റവും മികച്ച ഡിഫൻഡേഴ്സിൽ ഒരാളായിട്ടുള്ള എൽസീഞ്ഞോയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിന് ജംഷഡ്പൂരിൻ്റെ ഡിഫൻസാണ് അവരെ ഇത്രയും താങ്ങി നിർത്തുന്നത് എന്ന് പറയാനുള്ള ഒരു കാരണം എൽസീഞ്ഞോയുടെ ഒരു സാന്നിധ്യമാണ് എന്ന് ഞാൻ പറയും. കാരണം ടോപ്പ് ക്ലാസ് ഒരു ഡിഫൻഡറാണ്. നമുക്കറിയാം, കാണാം ജോൺ എബ്രഹാം, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ ടീം ഉടമസ്ഥനായിട്ടുള്ള ജോൺ എബ്രഹാം അവിടെ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് റിലയൻസ് ഫൗണ്ടേഷൻ്റെ വനിതാ ഫുട്ബോൾ ടീമിന് ഒരു ആദരം സമ്മാനിക്കുന്നത് കാണാം. അവിടെ ജോൺ എബ്രഹാം, നോർത്ത് ഈസ്റ്റിൻ്റെ 2 പെൺകുട്ടികൾ മാത്രമുള്ള ആൺകുട്ടികളുടെ ടീമുണ്ട്. ഏതായാലും യൂത്ത് എന്താ പറയുക, റിലയൻസ് ഫൗണ്ടേഷൻ്റെ യൂത്ത് ഡെവലപ്മെൻറ്റ് പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് കുരുന്നുകളാണ് രാജ്യത്ത് വിവിധ ടീമുകളുടെ കീഴിൽ വിവിധ കോച്ചിങ് ക്യാമ്പുകളിലായി, പരിശീലന പദ്ധതികളിലായി
ഇന്ത്യയുടെ ഭാവി താരങ്ങളായിട്ട് ഉയർന്നു വരുന്നത് ആയിരക്കണക്കിന് കുട്ടികളാണ്. എത്രയോ ആളുകൾ ഓൾറെഡി വലിയ വലിയ ടീമുകളുടെ ഭാഗമായി കഴിഞ്ഞു. റിലയൻസ് ഫൗണ്ടേഷൻ്റെ പദ്ധതിയിലൂടെയും വിവിധ ഇത്തരമുള്ള ഫുട്ബോൾ പരിശീലന പദ്ധതികളിലൂടെയും. ഏതായാലും നമുക്ക് ആവേശപൂർവ്വം തന്നെ കാത്തിരിക്കാം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FC മത്സരം ഗുവാഹട്ടിയിൽ നിന്ന് തത്സമയം വരികയാണ്. ഏതാനും നിമിഷങ്ങൾക്ക് മത്സരം ആരംഭിക്കും. പോയിന്റ് ടേബിളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5-6 സ്ഥാനങ്ങളിൽ നിൽക്കുന്ന 2 ടീമുകളുടെ പോരാട്ടമാണ്. നോർത്ത് ഈസ്റ്റ് പിന്നെ ഹോം മാച്ചാണ് എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമുക്ക് കൊടുക്കാം. അതെ, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഈ ഒരു പോയിന്റ് ടേബിളിൽ ഒരു ചേഞ്ച് വരാം. കാരണം ആർക്ക് വിജയിച്ചാലും അവർക്ക് ടോപ്പ് 4ലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നു എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ജംഷഡ്പൂർ FCക്കും കഴിഞ്ഞ സീസണുകളിൽ അവർക്ക് ഈ ഒരു ടോപ്പ് 4ലേക്ക് എത്താനേ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് 2 ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ഒരു പ്രതിരോധം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന, ജംഷഡ്പൂർ FCയുടെ പ്രതിരോധം ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. അവിടേക്കാണ് ആ ഒരു മുന്നേറ്റം കൊണ്ട് അവർക്ക് ആ ഒരു പ്രതിരോധ വല തീർക്കേണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പഞ്ചാബിൻ്റെ ഓഫ് സൈഡ്, ജംഷഡ്പൂർ FCയുടെ ഓഫ് സൈഡ് ട്രാപ്പിൽ പഞ്ചാബ് വീണു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അവരുടെ നമുക്ക് കാണാം ഒരുപാട് ചാൻസസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതെല്ലാം അല്ലേ ഷൈജു ചേട്ടാ? തീർച്ചയായിട്ടും പലതവണ നമ്മൾ ആ മത്സരത്തിൽ കണ്ടതാണ്. വളരെ കൃത്യമായി, ഇതാണ് ഞാൻ പറഞ്ഞത്, വളരെ കൃത്യമായി ഒരു എന്താ പറയുക പരസ്പര ധാരണയോട് കൂടെ കളിക്കുന്ന ഒരു ഡിഫൻസീവ് ലൈൻ ജംഷഡ്പൂരിൻ്റെ പ്രത്യേകതയാണ്. അവർ ഗോൾ അടിച്ചില്ലെങ്കിൽ പോലും അവരുടെ പ്രതിരോധം വളരെ നന്നായി ഗോൾ അടിപ്പിക്കാതിരിക്കുന്നു. അതിലിപ്പോൾ എൽസീഞ്ഞോ ആയാലും അതേപോലെ ലാൽഡീൻ പുയ, റിക്കി, പ്രതീക് ചൗധരി തുടങ്ങിയ ആളുകളുടെ എല്ലാവരുടെയും സാന്നിധ്യം അവർ വളരെ കൃത്യമായ ആ 4 പേരും ഒരു ഫോറിനർ എൽസീഞ്ഞോ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ഡിഫൻസീവ് സെക്ഷനിൽ മറ്റ് ഇന്ത്യൻ താരങ്ങളുമായി വളരെ പെട്ടെന്ന് എൽസീഞ്ഞോ ഒത്തിണങ്ങി അവർക്ക് ഒരു ലീഡറെ പോലെ പണ്ട് ഈ പറയുന്ന പോലെ ഈ രീതിയിൽ തന്നെയാണ് പണ്ടും ജംഷഡ്പൂരിനെ അവരുടെ ഡിഫൻസിൻ്റെ കഴിവ് കൊണ്ടാണ് അവർ ഓരോ പീറ്റർ ഹാർട്ട്ലി കളിച്ചിരുന്ന സമയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പീറ്റർ ഹാർട്ട്ലിയാണ് ഇതേപോലെ ഒരു ലീഡറെ പോലെ അവരുടെ ഡിഫൻസിനെ നയിച്ചിരുന്നത്. അതേപോലെ ഒരു ഡിഫൻസിനെ നയിക്കാനേ ഒരു സെപ്പറേറ്റ് ലീഡറെ പോലെയാണ് എൽസീഞ്ഞോയെ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത് ഫോർ ജംഷഡ്പൂർ. സോ ആവേശകരമായ മത്സരം. ബെനാലിയും അതേപോലെ കോച്ച് സ്കൂപ്പറും അവിടെ ഒരു സൗഹൃദ നിമിഷം പങ്കുവെക്കുന്നത് കാണാം. ഏതായാലും മത്സരം ഗംഭീരമാകും എന്നുള്ള സംഗതി. ഏതായാലും ചീമ വൈകുന്നേരത്തെ സ്നാക്കൊക്കെ കഴിഞ്ഞൊരു ചെറിയ ഒരു പല്ല് കുത്തിയൊക്കെ എടുത്ത് വെച്ച് വായിൽ വെച്ച് എന്തൊക്കെയോ കാതലായിട്ട് ആലോചിക്കുന്നുണ്ട്. ഏതായാലും ചീമയുടെ ഒരു ഗോൾ സദ്യ അതാണ് ജംഷഡ്പൂരിൻ്റെ ഗുണകരമാകുമെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ എൽസീഞ്ഞോ ഉൾപ്പെടെയുള്ള പ്രതിരോധ നിരയും ജംഷഡ്പൂരിന് ഗുണകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെയാണ് നോർത്ത് ഈസ്റ്റിന് മറുഭാഗത്ത് പാർത്ഥിബ് ഗൊഗോയ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങളുടെ സ്ഥിരതയാർന്ന ഒരു പ്രകടനം വീണ്ടും ആവർത്തിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. എൽസീനോയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാം. നമ്മൾ ലെറ്റ്സ് ഫുട്ബോളിൽ പറഞ്ഞതാണ് അദ്ദേഹം ഒരു മിഡ്ഫീൽഡറാണ്, അവർക്ക് ഡിഫൻസിൽ ഒരു പ്രശ്നമാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ. പക്ഷേ ആ സംശയങ്ങളൊക്കെ മാറ്റി കുറിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം വന്നത് എന്നുള്ളതാണ്. ഡിഫൻസിൽ ഒരു വൻ മതിൽ തന്നെയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആ ഒരു ടീമിന് കൊടുക്കുന്ന ആ ഒരു ഡിഫൻസിൽ കൊടുക്കുന്ന ഷേപ്പ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇനിയിപ്പം അവർ മുന്നേറ്റത്തിൽ കൂടി അത് കാണിച്ചാൽ ഗോളുകളിലേക്കൊക്കെ എത്തിയാൽ, കാരണം 3 ക്ലീൻ ഷീറ്റുകൾ ഇതിനോടകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. ഗോൾ അടിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് അവർക്ക് ആ ഒരു പ്രശ്നം നേരിടുന്നത്. അപ്പം അതിൽ ഒരു പ്രശ്നം മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും കൂടുതൽ പോയിന്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. ഏതായാലും ഫാൻറ്റസി ലീഗ് ഷൈജോട്ടാ, ഫാൻറ്റസി ലീഗ് കളിച്ച് സമ്മാനങ്ങളൊക്കെ ഒരുപാട് സ്വന്തമാക്കിയെന്ന് കേട്ടു. ഏതായാലും പാർത്ഥിബും റെക്കനേഷുമാണ് ഇപ്പോൾ നിലവിൽ ഈ 2 ടീമുകളെയും വെച്ച് നോർത്ത് ഈസ്റ്റ് വേഴ്സസ് ജംഷഡ്പൂർ മാച്ച് നോക്കുമ്പോൾ ISL ഫാൻറ്റസിയിൽ മോസ്റ്റ് ഓൺ ഏറ്റവും കൂടുതൽ ആളുകൾ എടുത്തിരിക്കുന്ന പ്ലേയേഴ്സ് പാർത്ഥിബാണ്, മറ്റത് റെക്കനേഷാണ്. പാർത്ഥിബ് 5.8 കോടിയാണ് ഫോർവേഡ്, 22% ഓണർഷിപ്പ് ഉണ്ട് പാർത്ഥിബിന്, 23% ഓണർഷിപ്പ് ഉണ്ട് റെനേഷിന്, 4.7 കോടിയാണ് ആകെ റെനേഷിന് വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത് ഫാൻറ്റസി ലീഗിൽ. സോ ഇതാണ് ഫാൻറ്റസി ലീഗ് സംബന്ധിച്ച വിശേഷങ്ങൾ. അതായത് റെനേഷും പാർത്ഥിബും. നിങ്ങളും കളിക്കുക, ഫാൻറ്റസി ലീഗ് മൊബൈൽ എടുക്കുക, കളിക്കുക. കാരണം സമ്മാനങ്ങൾ കളിക്കളത്തിന് പുറത്തും ISL കളിച്ച് സമ്മാനം നേടാനുള്ള ഒരേ ഒരു വഴിയാണ് കാലിൽ ബൂട്ട് കെട്ടാതെ കയ്യിലൊരു മൊബൈൽ മാത്രം എടുത്ത് ISL കളിക്കാം, സമ്മാനം നേടാം. ISL ഫാൻറ്റസി ലീഗ്. ഇനി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് നമുക്കറിയാം. ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ എവിടെയാണ് വരുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. മലയാളം
സൂര്യ മൂവീസിലുണ്ട്. ഒപ്പം മലയാളത്തിൻ്റെ ജിയോ സിനിമയിലും മലയാളം കിട്ടും. ജിയോ സിനിമയിൽ എല്ലാ ഭാഷകളിലും ഇംഗ്ലീഷ്, ഹിന്ദി, ബാംഗ്ല, മലയാളം ഒക്കെ ജിയോ സിനിമയിൽ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകും. ഒപ്പം മലയാളത്തിന് സ്പെഷ്യലി ടി വിയിൽ സൂര്യ മൂവീസിലാണ് HD മികവോടെ അത് കാണിക്കുന്നത്. സോ ഇതാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് ലിസ്റ്റ്. ഒരിക്കൽ കൂടി ആവേശകരമായ ISL 10ാം സീസണിലെ മാച്ച് വീക്ക് 5-ലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് വേഴ്സസ് ജംഷഡ്പൂർ FC മത്സരത്തിലേക്ക് നിങ്ങളെല്ലാവരെയും നമ്മുടെ പോഡ്കാസ്റ്റ് പരിപാടി കഴിഞ്ഞാൽ നിങ്ങൾ കാത്തിരിക്കുക. കാരണം ജിയോ സിനിമയിലും സൂര്യ മൂവീസിലും തത്സമയം മലയാളം കമൻട്രിയോടെ വരികയാണ്. നിങ്ങൾ കാത്തിരിക്കുക. അധികം വൈകില്ല ഇനി. ഏതായാലും സ്റ്റേ ട്യൂൺഡ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC വേഴ്സസ് ജംഷഡ്പൂർ FC, ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയം ഗുവാഹട്ടിയിലും തത്സമയം. സ്റ്റേ ട്യൂൺഡ് വിത്ത് ജിയോ സിനിമ ആൻഡ് സൂര്യ മൂവീസ് ഫോർ മലയാളം.